ഹായ് എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എന്താ ഇന്ന് എൻ്റെ അടുക്കളയിലെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചില ദിവസങ്ങളിലൊക്കെ സ്പീഡിനേറി ജോലി ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ സ്റ്റാൻഡെല്ലാം കുളമായിരിക്കും കേട്ടോ. അങ്ങനെ ദാ ഒന്ന് പറക്കി ഒതുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് കിച്ചണിൽ ചോറും കറിയുടെയും ഒന്നും പരിപാടിയില്ല കേട്ടോ. അതൊക്കെ ഇന്ന് പള്ളിയിൽ നിന്ന് നബിദിനം ആയതുകൊണ്ട് കിട്ടും നമുക്ക്. അതുകൊണ്ട് ഇന്ന് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ആവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദാ അതിലിരുന്ന് പാത്രങ്ങളെല്ലാം പറക്കി മാറ്റിയിട്ട് ആവശ്യമുള്ള പ്ലേറ്റുകളും കപ്പുകളും മാത്രം നമ്മൾ നിത്യേന എന്തൊക്കെയാണോ എടുക്കുന്നത് അത് മാത്രം പറക്കി ഒതുക്കി സ്റ്റാൻഡിലോട്ട് വെച്ചിട്ട് ബാക്കിയെല്ലാം പറക്കി അങ്ങ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എനിക്കൊരു സ്വഭാവമുണ്ട്, ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഇച്ചിരി പിശുക്കിയാന്നേ കളയത്തില്ല. പിന്നെ ഇത് ഉപകരിക്കും എന്ന് പറഞ്ഞ് എടുത്ത് വെക്കും കേട്ടോ. അങ്ങനെ വെച്ച് 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 അതിനൊരു ആവശ്യവും കാണത്തില്ല. ആ സ്ഥലം പന്നലാവാന്നേ ഉള്ളൂ പ്രയോജനം. അങ്ങനെ ഫുള്ള് ഒതുക്കി ആവശ്യമില്ലാത്തൊക്കെ എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഫ്രിഡ്ജിൻ്റെ പുറമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫ്രിഡ്ജിൻ്റെ പുറമൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും മണമുള്ള ലോഷനോ എന്തെങ്കിലും ഒഴിച്ച് ക്ലീൻ ചെയ്യണം കേട്ടോ. അന്നേരം നല്ല വീട്ടിൽ നല്ല സ്മെല്ലായിരിക്കും. തുടയ്ക്കുന്നിടം നല്ല നീറ്റാവും. അപ്പോൾ വെള്ളമൊക്കെ വെച്ച് തുടയ്ക്കുമ്പോൾ ഫ്രിഡ്ജിൻ്റെ മുകളിലേക്ക് ആകുമ്പോഴത്തേക്ക് പിന്നെ നനവൊന്നും ഇല്ലാത്തൊരു ടവലൊക്കെ ഇട്ട് ആ വെള്ളമൊക്കെ തുടച്ച് മാറ്റണം കേട്ടോ. അങ്ങനെ തുടച്ച് മാറ്റി അതിലോട്ട് അതിൻ്റെ വിരിയൊക്കെ എടുത്ത് നമുക്കങ്ങ് വിരിച്ചു കൊടുക്കാവേ. ചില സ്ഥലങ്ങൾക്ക് ഓരോ സ്ഥാനങ്ങൾ കാണുമല്ലേ, ആ സ്ഥാനത്ത് തന്നെ വെക്കണമല്ലേ. നമ്മൾ എത്ര ഒതുക്കിയാലും ചില സാധനങ്ങൾ നമ്മൾ വീണ്ടും എടുത്ത് തിരിച്ച് അവിടെ തന്നെ വെക്കുകയെ കളയാന്നൊക്കെ വിചാരിച്ചായിരിക്കും ഒതുക്കുന്നത്. പക്ഷെ കളയാൻ തോന്നത്തില്ല, അത് അവിടെ തന്നെ നമ്മൾ തിരിച്ച് വെക്കും. പിന്നെ നമ്മളെല്ലാവരുടെയും ഒരു പരാതി, നമുക്ക് സമയമില്ല അതിൽ നമുക്കൊന്നിനും സമയം തികയുന്നില്ല എന്നുള്ളതാണ് സത്യമല്ലേ. പക്ഷേ ഈ എല്ലാം ചെയ്യുന്നവർക്കും ഒന്നും ചെയ്യാത്തവർക്കും എല്ലാം ഈ 24 മണിക്കൂർ ഒരു ദിവസത്തിലുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ടൈമിന് എപ്പോഴും നമ്മളൊരു വില കൊടുക്കണം കേട്ടോ. അപ്പം എല്ലാവരും ടൈം വേസ്റ്റ് ആക്കാതെ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ടോ സോഷ്യലായിട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം കേട്ടോ. നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. നമ്മൾ കിട്ടുന്ന സമയങ്ങൾ വേസ്റ്റ് ചെയ്യാതെ നമ്മളെന്തെങ്കിലും ആലോചിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ എൻ്റെ പണിയൊക്കെ ഏകദേശം ഒരുവിധം പറക്കി ഒതുക്കലൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ പറഞ്ഞത് നൈസ് സ്പ്രേ കുപ്പിയൊന്നും ഇനി ഫ്രിഡ്ജിൻ്റെ മണ്ടയിൽ വെക്കലും എടുത്ത് മാറ്റണം ഇതൊക്കെ ആലോചിച്ചാൽ ഞാൻ ഒതുക്കാൻ വന്നത്. പക്ഷെ ഞാൻ വീണ്ടും തിരിച്ച് അതവിടെ തന്നെ വെക്കും. അതെൻ്റെ ഒരു സ്വഭാവമായിപ്പോയി. പിന്നെ എല്ലാം കൂടെ കൂട്ടി വാരിയിട്ട് ഒതുക്കാൻ നിന്നാൽ അത് നടക്കത്തില്ല കേട്ടോ. നമ്മൾ ഒരു ദിവസം ഒരാഴ്ചയിൽ നമ്മൾ എന്തായാലും കിച്ചണെല്ലാം ഒതുക്കി വൃത്തിയാക്കി ക്ലീൻ ചെയ്യണം കേട്ടോ. പിന്നെ നമ്മളകത്തെല്ലാം എല്ലാ വീട്ടിലും ഇപ്പം മണി പ്ലാന്റൊക്കെ വെക്കുമല്ലേ. അപ്പോൾ എല്ലാവരും വെള്ളത്തിലായിരിക്കും കൂടുതൽ അകത്ത് മണി പ്ലാന്റ് വെക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മളെന്തായാലും ആഴ്ചയിൽ എന്തായാലും ഉറപ്പായിട്ടും ആ ഇരിക്കുന്ന വെള്ളം എടുത്ത് കളഞ്ഞ് ആ പ്ലാന്റും പോട്ടുമൊക്കെ നല്ല കഴുകി വെക്കണം കേട്ടോ. അല്ലെങ്കിൽ അതിൽ നിന്ന് ഉറപ്പായിട്ടും കൊതുകുകളുണ്ടാവും. നമ്മൾ എത്ര നീറ്റായിട്ട് സൂക്ഷിക്കുമെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ട് ഓരോ വീട്ടിൽ പോകുമ്പോഴത്തേക്ക് ഓരോ കമ്പൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നത് കേട്ടോ. അവരെത്രയാണോ തരുന്നത് അത്രയും തന്നെ എപ്പോഴും ഈ മണി പ്ലാന്റ് ഈ വീട്ടിൽ കാണത്തുള്ളൂ. മണി പ്ലാന്റിൻ്റെ കുറ്റമാണോ എൻ്റെ കൈയുടെ കുറ്റമാണോ എന്ന് എനിക്കറിയത്തില്ല. ഈ കൊണ്ടുവരുന്ന ഇതിൽ നിന്ന് അങ്ങോട്ടും പോകത്തില്ല ഇങ്ങോട്ടും പോകത്തില്ല. ഈ മണി പ്ലാന്റ് എപ്പോഴും ഇത്രയും തന്നെ കാണത്തുള്ളൂ കേട്ടോ. അങ്ങനെ മണി പ്ലാന്റിൻ്റെ പോട്ടെല്ലാം നല്ല നീറ്റാക്കി വെള്ളമൊക്കെ പിടിച്ച് വെച്ച് അതിൽ ചെടിയെല്ലാം ഇട്ട് ചെടിയെല്ലാം നമ്മൾ പുതുതായിട്ട് ഒരാഴ്ചയിൽ വെള്ളത്തിലിടുകയെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. അങ്ങനെ അതെല്ലാം നീറ്റാക്കി എടുത്തിട്ടുണ്ടേ. അങ്ങനെ അതെല്ലാം മാറ്റി വെച്ചതിന് ശേഷം അടുത്ത് ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഐറ്റങ്ങൾ കാണിച്ചു തരാം. ഇനി ഓരോന്നിനും ഓരോ പൊസിഷനുണ്ട്. ആ പൊസിഷനിലോട്ട് ഓരോന്ന് മാറ്റി വെക്കാം. ഞാൻ നമ്മൾ ഫെസ്റ്റിന് പോയില്ലായിരുന്നു. ഫെസ്റ്റിന് പോയപ്പം അവിടുന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. നല്ല ഭരണിയാണ്. അപ്പോൾ ഉപ്പ് എല്ലാവരും പറയും വിശാലത ഉള്ളതിലിടണമെന്ന്. അങ്ങനെ മുട്ടനൊരു ഭരണിയാണ് ഉപ്പിടാൻ വേണ്ടി വാങ്ങിച്ചത്. പിന്നെ നമ്മൾ ആഴ്ചയിൽ കടയിൽ പോയി വാങ്ങിക്കൊണ്ട് വരുന്ന സാധനങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ അതൊന്നും അവിടെ ഇവിടെയൊന്നും ഇട്ടേക്കലും കേട്ടോ. എന്തൊക്കെയാണെന്നോ സാധനങ്ങൾ അതപ്പം തന്നെ പൊട്ടിച്ച് കുപ്പികളിലേക്ക് മാറ്റാൻ നോക്കണം. നമ്മളെ വീട്ടിലിരിക്കുന്ന സാധനങ്ങൾ തീർന്ന കുപ്പിയാണെന്നുണ്ടെങ്കിൽ അതപ്പം തന്നെ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി മാറ്റി വെച്ചതിന് ശേഷം അടുത്ത സാധനങ്ങൾ ഇതിലോട്ട് തട്ടിയിടണം കേട്ടോ. അല്ല നമ്മൾ അത് പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ വെച്ചേക്കില്ല. അപ്പോഴെന്തോന്നാ കാണുന്നത് ആ ജോലികൾ അങ്ങ് തീർത്ത് പോവുകയെന്നുണ്ടെങ്കിൽ നമ്മളെ ജോലികൾ പെട്ടെന്ന് തീരും കേട്ടോ. നമുക്കതൊന്നും ഒരു ഭാരമായിട്ട് തോന്നത്തില്ല. അയ്യോ ചെയ്തില്ലല്ലോ പിന്നെ ഒരു ഇതും തോന്നത്തില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ അടുക്കള പണിയെല്ലാം പെട്ടെന്ന് അങ്ങ് ഒതുങ്ങത്തില്ലേ. പിന്നെ നമുക്ക് ചെറുതായിട്ട് ഓരോ ജോലികൾ ചെയ്ത് തീർക്കാമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കിടക്കത്തില്ല. അങ്ങനെ ഇങ്ങനത്തെ ഐറ്റങ്ങളെല്ലാം വൃത്തിയാക്കിയിട്ട് കുപ്പി ഒഴിഞ്ഞതിലെല്ലാ ഐറ്റങ്ങളെല്ലാം തട്ടിയിട്ടതിന് ശേഷം ഇത് പഴയ വീടാണ് കേട്ടോ. പഴയ വീട്ടിൽ ഇപ്പോഴത്തെ കബോർഡ് സെറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് പണ്ട് എല്ലാം കൂടി വെക്കത്തക്ക ഒരു അലമാരയാട്ടോ വീട്ടിൽ. അങ്ങനെ
അലമാരയിലെ എല്ലാ ഐറ്റങ്ങളും നല്ല ഒതുക്കി പറക്കി കുപ്പികളൊക്കെ കഴുകി ഉണക്കത്തൊക്കെ വെച്ചതിന് ശേഷം എന്താ പിന്നെ വേറെ കുറച്ച് പൊട്ടാറ്റോ ഒക്കെ വേവിച്ചിട്ട് നമ്മൾ ഉടയ്ക്കുന്നത്, അരിപ്പ്, ഒരു കുഞ്ഞ് സ്പൂണ്, ഈ കട്ടിംഗ് ബോർഡൊക്കെ അവിടെ 30 രൂപ വീതമായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് വാങ്ങിച്ചതാണ് ഇത് കിണ്ണമെന്നാണോ പറയുന്നത്, തട്ടം അല്ലേ? അങ്ങനെ ഇത് കൊള്ളത്തില്ല കേട്ടോ, പിന്നെ ചുമ്മാ വാങ്ങിച്ചെന്നേ ഉള്ളൂ. ഇതിപ്പോൾ തന്നെ എൻ്റെ സൈഡൊക്കെ കുറച്ച് ഭാഗം പൊട്ടിയിരിക്കും, അന്നേരം കണ്ടില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ അവിടുന്ന് ഒരു 6 കപ്പ് വാങ്ങിച്ചു കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ കപ്പ്. അങ്ങനെ സെറ്റോടു കൂടിയുള്ളതാണേ. അങ്ങനെ 6 കപ്പ് വാങ്ങിച്ച് ഇപ്പോൾ ഇതൊന്നും എടുക്കുന്നില്ല, ഇപ്പോൾ ആവശ്യത്തിന് കപ്പൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ആവശ്യത്തിന് കപ്പൊക്കെ വേണ്ടാത്തത് കൊണ്ട് ഇതെല്ലാം അടച്ച് തിരിച്ചങ്ങ് വെക്കുവാണേ. അങ്ങനെ പിന്നെ ഈ പ്ലേറ്റിൻ്റെ മൂക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ അതും 30 രൂപ, അതും വാങ്ങിച്ച് പിന്നെ ഹാളിലേക്ക് പോകാമെന്ന് വിചാരിച്ചേട്ടാ, ഒന്ന് ഒതുക്കാനായിട്ട്. ഹാളിൽ പോയി ഹാളിലെ TV സ്റ്റാൻഡിൻ്റെ പുറത്തിരുന്ന ചെടി ഐറ്റങ്ങളും എല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം ഹാളൊക്കെ നന്നായിട്ട് തുടയ്ക്കണം. അതിന് മുമ്പ് തന്നെ നമുക്കൊരു ടവൽ, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ലോഷൻ ഒഴിച്ച് അതിൻ്റെ പിറകെല്ലാം തുടച്ച് നീറ്റാക്കി ഇരുന്ന കണക്ക് നമ്മൾ തിരിച്ച് ആ പോട്ടും സാധനങ്ങളും എല്ലാം തിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം കണ്ട ഒരു പ്രത്യേക വെട്ടമായില്ലേ. ഇനി നമ്മൾ ദിവസേനയുള്ള ടവലെല്ലാം കുടഞ്ഞ് നീറ്റാക്കി എല്ലാം തുടച്ച്, ഇനി ഞാൻ ഇവിടെ പുതിയൊരു അതിഥിയെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. പുതിയൊരു അതിഥി എന്ന് പറയുമ്പോഴത്തേക്ക് വെളിയിൽ നിന്നൊരു ചെടിയാണ്. ചെടി ഫുള്ളായിട്ട് നശിച്ചു പോകുന്നു. അപ്പോൾ ഇവിടെ എല്ലാം ഒതുങ്ങിയിട്ട് മുറ്റത്തോട്ട് നോക്കിയപ്പോൾ ചെടി വിഷമിച്ച് നിൽക്കുന്ന കണ്ടുകൊണ്ട് അതൊന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. അങ്ങനെ വീട്ടിലൊരു വെള്ള പോട്ട് ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അതിൽ ചെടിയെല്ലാം വെച്ച് സെറ്റ് ചെയ്ത്, പിന്നെ 2-3 റോസാക്കമ്പ് ഒടിഞ്ഞതുണ്ടായിരുന്നു, അതുകൊണ്ടൊന്ന് തണലത്ത് ഈ പോട്ടിലോട്ട് തന്നെ വെച്ചേട്ടാ. നമ്മൾ വാഴ നനയുമ്പോൾ ചീരയും കൂടെ നനഞ്ഞോട്ടല്ലേ. അങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുന്നു. വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.